Ladies and gentlemen, boys and girls, welcome to Travancore Pistons. ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. മറ്റൊന്നല്ല, ബോട്ടിൻ്റെ ഒരു സ്മാർട്ട് റിങ്. കുറേ കാലമായിട്ട് വിചാരിക്കുന്നുണ്ട് സ്മാർട്ട് റിങ് വാങ്ങിക്കണം. കാരണം നമ്മളെ കൊണ്ട് ഈ സ്മാർട്ട് വാച്ച് ഒന്നും എന്ന് വിടാമെന്ന് പറ്റുന്നില്ല. കാരണം വേറെ ഒന്നും കൊണ്ടില്ല, എന്നും ഈ കളർ മറ്റേ കളിപ്പാട്ട വാച്ചും കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് വൃത്തിയിട്. നമുക്ക് കാസിയോടെയും അല്ലെങ്കിൽ മനസ്സിലായാലേ ബാക്കി വാച്ചുകളൊക്കെ ഇടേണ്ടേ, അതൊക്കെയല്ലേ ചേരുള്ളൂ. ഈ കളർ ഡിജിറ്റൽ കൊച്ചു പിള്ളേരുടെ വാച്ച് ഇട്ടുകൊണ്ട് എന്നും നടക്കാൻ പറ്റത്തില്ലല്ലോ, വല്ലപ്പോഴൊക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിറ്റ്നസ്സും കാര്യങ്ങളും ട്രാക്ക് ചെയ്യണ്ടേ. എത്ര സ്റ്റെപ്സ് നടക്കുന്നു, കാലറി എത്ര ബേൺ ചെയ്യുന്നു, ജിമ്മിൽ പോകുമ്പം നമുക്ക് എത്ര എന്താ പറയുക അവിടുത്തെ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ സ്വിമ്മിങ് ആയാലും ഫുട്ബോൾ കളിക്കുമ്പോഴായാലും, അതേപോലെ തന്നെ നമ്മുടെ സ്ലീപ്പ് മോണിറ്ററിങ് സിസ്റ്റം ഉണ്ട്. ഈ വാച്ചൊക്കെ ഇട്ടുകൊണ്ട് കിടന്നുറങ്ങുന്നതിന് എന്നെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഹാർട്ട് റേറ്റ് മോണിറ്റർ, ഇതെല്ലാം നമുക്ക് നൈസായിട്ട് നമ്മൾ അറിയാതെ അങ്ങ് ട്രാക്ക് ചെയ്യാൻ പറ്റിയ നൈസാണ്. ഇതൊന്നും വലിയ കാര്യമല്ല, എങ്കിലും ഇതൊക്കെ ഒരു രസമല്ലേ. നമ്മൾ ടെക്നോളജി വളരുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെയൊക്കെ നിൽക്കണ്ടേ, ഒന്ന് അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ച് സ്മാർട്ട് റിങ് വാങ്ങിക്കാം. സാംസങ്ങിൻ്റെ റിങ് നോക്കിയപ്പോൾ 30,000 മുകളിലാണ്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ബോട്ട് 3,500 രൂപ ചില്ലറേ ഉള്ളൂ. കുഴപ്പമില്ല, നമുക്കൊന്ന് നോക്കാം. അറൗണ്ട് 3,500 rupees അല്ലേ ഉള്ളൂ. ശരി, അപ്പോൾ ഇങ്ങനെയാണ് പാക്കിങ് കാര്യങ്ങൾ വന്നത്. ഇത് വെറും ഒരു അൺബോക്സിങ് വീഡിയോ മാത്രമേ ഉള്ളൂ. യൂസർ റിവ്യൂ ഒരു മാസം 2 മാസം യൂസ് ചെയ്തിട്ട് ഞാനിടാം. ബോക്സ് വരുന്നത് ഇങ്ങനെയാണ്. ഒരു ക്യൂട്ട് ഒരു മനസ്സിലായില്ലേ, ഒരു അത് ചാർജ് അതിനകത്ത് ആ ചെറിയ മറ്റേ കറുത്ത ഇതില്ലേ, ആ പ്ലാസ്റ്റിക് പെട്ടിക്കകത്താണ് ഈ റിങ് ഇരിക്കുന്നത്. പിന്നെ ഒരു സി ചാർജറാണ്. അപ്പം നമ്മൾ ഈ പ്ലാസ്റ്റിക് പെട്ടി ഇടയ്ക്കൊന്ന് ചാർജ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇതിനകത്ത് റിങ് സൂക്ഷിക്കാം. നമ്മളെവിടെയെങ്കിലും ട്രാവലിങ്ങിനൊക്കെ പോയാലും കലിപ്പൊന്നുമില്ല. സംഭവം സിമ്പിളാണ്. വേറെ മറ്റേ കുനിഷ്ട് പരിപാടികളൊന്നുമില്ല. പിന്നെ റിങ് വാട്ടർ പ്രൂഫാണ്. വാട്ടർ പ്രൂഫ് മീൻസ് അതായത് നമ്മുടെ നോർമൽ റിങ് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ, നമ്മൾ സാധാരണ മറ്റേ ഗോൾഡ് റിങ് സിൽവർ റിങ് അല്ലേ, അതൊക്കെ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ഉപയോഗിക്കാം. നീന്താം, ഓടാൻ, മനസ്സിലായി, ഫുട്ബോൾ കളിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും കുഴപ്പമൊന്നുമില്ല. അറൗണ്ട് 5-6 ദിവസം ചാർജ് നിൽക്കും എന്നാണ് പറയുന്നത്. ഇത് ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം 1 മുതൽ 1.5 മണിക്കൂർ എന്നാണ് പറയുന്നത്. 5 ഗ്രാം വെയിറ്റേ ഉള്ളൂ. അതുകൊണ്ട് ഈ സാധനം ഇടുന്ന പോലും നമ്മൾ അറിയത്തില്ല, അല്ലെങ്കിൽ കയ്യിൽ കിടക്കുന്ന പോലും നമ്മൾ അറിയത്തില്ല. പിന്നെ അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ, ഉള്ളത് പറഞ്ഞില്ല. ഞാനത് ആ ലുക്കും ഫീലും ഒക്കെ ഉണ്ട് ആ റിങ്ങിൻ്റെ. അത് നമുക്ക് നല്ലൊരു എങ്ങനെ പറയാം, ഇറ്റ് ഈസ് നൈസ്. നമുക്കറിയാം, ഒരു പ്രീമിയം, ഒരു ഫ്യൂച്ചറിസ്റ്റിക്. നമ്മൾ ആദ്യമായിട്ടൊക്കെ അല്ലേ ഇത് കാണുന്നത്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ചൈനയാണല്ലോ. കാരണം ഇതൊന്നും നമ്മുടെ നാട്ടിലൊന്നും ആരും ഉണ്ടാക്കാൻ പോകണമെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്തൊരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ റിങ് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഒട്ടിയിരിക്കും. അപ്പോൾ അത് ചാർജ് ആയിക്കോളും. ഇത്രയേ ഉള്ളൂ സംഭവം സിമ്പിളാണ്. പിന്നെ ക്രസ്റ്റ് എന്ന് പറയുന്നൊരു ആപ്പുണ്ട്. ആ ക്രസ്റ്റ് എന്ന് പറയുന്ന ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതുമായിട്ട് നമ്മൾ കണക്റ്റ് ആവും. അതിനകത്ത് പറയുന്ന പോലെയൊക്കെ നമ്മൾ അനുസരിക്കണം. അപ്പോഴത്തേക്ക് കണക്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഹാർട്ട് റേറ്റ്, ഈ പറഞ്ഞ മറ്റേ ട്രാക്കിങ് കാര്യങ്ങളെല്ലാം ആ ആപ്പിനകത്തൂടെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് വേറെ ഡിസ്പ്ലേയോ കാര്യങ്ങളോ വൈബ്രേഷനോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഈ റിങ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ നമുക്ക് ക്ലിക്ക് ചെയ്യാം, മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ കുറേ കൺസെപ്റ്റൊക്കെ ഉണ്ട്. അത് ഇതൊക്കെ പല കാര്യങ്ങളൊക്കെ ഇനി അപ്ഡേറ്റ്സ് ഒക്കെ വരും. ഇതല്ലേ, ഇതൊക്കെ ഒരു തുടക്കമാണ്, മനസ്സിലായില്ലേ. അങ്ങനെ ഇനി ജസ്റ്റർ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. നല്ല കംഫർട്ടബിളാണ് ഇടാൻ, സൂപ്പറാണ് സാധനം, വേറെ ലെവലാണ്. എന്തായാലും ഒന്ന് കുറച്ച് നേരം ഉപയോഗിച്ച് നോക്കട്ടെ, നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെയാണ് ബ്രോ കേസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വന്ന ഒരു കേബിൾ വന്നിട്ടുണ്ട്. ഇത്ര തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. യൂസ് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. കാണാനൊക്കെ കൊള്ളാം. 3 കളറുണ്ട്, ഒരു ഗോൾഡ്, ഒരു ബ്ലാക്ക്, പിന്നെ ഒരു സിൽവർ. പിന്നെ സൈസ് 6 മുതൽ 12 വരെ സൈസുണ്ട്. എന്തായാലും എനിക്ക് പണി കിട്ടി. ഞാൻ എനിക്കിത് ആന മോതിരമായിപ്പോയി. സൈസ് 12, ഞാൻ സൈസ് നോക്കിയില്ല, അങ്ങ് വാങ്ങിച്ച്. എന്തായാലും ഇതിന് തിരിച്ചയച്ചിട്ട് ഒരു സൈസ് 10 എല്ലാം വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കുറച്ച് കാലം ഉപയോഗിച്ചിട്ട് ഞാനിടാം. അപ്പോൾ യു ഗൈസ് റൈഡ് സേഫ് ആൻഡ് ഓൾവേസ് വെയർ എ ഹെൽമെറ്റ് ആൻഡ് സീറ്റ് ബെൽറ്റ്. ടേക്ക് കെയർ, ബൈ.